അസ്സുആലു സാമി, എട്ടാമത്തെ ചോദ്യം. കം ശുറൂത്തുൽ ഇബാദ, ഇബാദത്തിന് എത്ര ഷർത്തുകളുണ്ട്? ഒരു കാര്യം ഇബാദത്തായി തീരണമെങ്കിൽ എത്ര നിബന്ധനകൾ പാലിക്കാം? ജവാബ്, ഉത്തരം സലാസ, 3 ഷർത്ത്. അൽ അവ്വലു സിദ്ഖുൽ അസീമ, ഒന്നാമത്തെ ഷർത്ത് സത്യസന്ധമായ ദൃഢനിശ്ചയം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യത, അസീമത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ദൃഢമായ തീരുമാനം. ഉറച്ച തീരുമാനത്തിനാണ് എന്താ പറയാ? ഒരാളൊരു കാര്യം തീരുമാനിച്ചാൽ അസമ എന്ന് പറയും. അസീമത്ത് എന്ന് പറഞ്ഞാൽ തീരുമാനം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യത. ശരിക്കും ആത്മാർത്ഥതക്ക് അറബിയിൽ ഉപയോഗിക്കേണ്ട വാക്ക് സിദ്ഖ് എന്നാണ്. നമ്മൾ ഇഖ്ലാസ് പറയുന്നത്. ഇഖ്ലാസ് തൗഹീദാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരു കാര്യം സമർപ്പിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. തൗഹീദ് ഇല്ലാത്തവർക്കും ആത്മാർത്ഥം ഉണ്ടാവും. ചിലപ്പോൾ ഒരു കാഫർ നമ്മളൊരു കാര്യം എടുത്ത് അയാൾ കറക്റ്റായിട്ടേ ചെയ്തത്, അയാൾക്ക് തൗഹീദില്ല, ഇഖ്ലാസില്ല, പക്ഷെ അയാൾക്ക് സിദ്ഖുണ്ട്. ആ ഏൽപ്പിച്ച കാര്യം എന്ത് ചെയ്യും? കൃത്യമായി ചെയ്യും. അപ്പൊ അസീമത്തിന്റെ സിദ്ഖ്, തീരുമാനത്തിന്റെ സത്യത എന്ന് പറഞ്ഞാൽ അയാൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചാൽ, ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച ആത്മാർത്ഥ രണ്ടാമത്താണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ആത്മാർത്ഥ കേട്ടോ, ഇഖ്ലാസല്ല, സിദ്ഖ്, സത്യത എന്ന് പറയാം. കലർപ്പില്ലാത്ത അവസ്ഥ. ഒരു കാര്യം ഏറ്റാൽ അത് കൃത്യമായിട്ട് ചെയ്യാം. തീരുമാനം എടുത്താൽ അത് കൃത്യമായിട്ട്. നമ്മൾ പലതും തീരുമാനങ്ങളൊക്കെ ജനങ്ങൾ പറയും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം ആ തീരുമാനത്തിൽ നമുക്ക് സിദ്ഖില്ല. ഒരു സ്ഥലത്തെയായാലും എങ്ങനെ ജീവിക്കേണ്ടത്, എന്താ പറയേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, അതൊക്കെ നമുക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അഭിപ്രായം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അഭിപ്രായം ഇല്ലാത്തവരുടെ നമ്മൾ യുദ്ധം ചെയ്യും. പക്ഷെ ഈ അഭിപ്രായം നടപ്പാക്കുന്നതിന് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നടപ്പാക്കുന്നതിനാണ് എന്ത് പറയാ? സിദ്ഖുൽ അസീമ, തീരുമാനിച്ചതിനോടുള്ള സത്യത. ഒന്നുകൂടി നല്ല വാക്കാണ് കൂറു പുലർത്തുക. തീരുമാനത്തോട് കൂറു പുലർത്തുക. കൂറു പുലർത്തലെങ്ങനെ? നമ്മളതിനെ നടപ്പാക്കണം. നമ്മളെല്ലാവരോടും പറയുന്നത് സലഫിയായാലും ഇങ്ങനെ ജീവിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു മുഅ്മിനായാലും ഇങ്ങനെ വേണം. അത് ഇല്ലാത്തവരോട് നമ്മൾ തർക്കിക്കും ചെയ്യും, വാദപ്രതിവാദം നടത്തും, യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ജീവിതത്തിൽ പകർത്തുന്ന ഇപ്പൊ സുബൈ ജമാഅത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയും, സുബൈ നമ്മൾ കാണില്ല. അതിനർത്ഥം എന്താണ്? അസീമത്തിൽ സിദ്ഖില്ല. നമ്മൾ കൃത്യമായിട്ട് ഇന്നത് ചെയ്യണം എന്ന് പഠിച്ചാൽ ആ തീരുമാനത്തിന് അസീമത്ത്, അത് പാലിക്കുന്നതിനാണ് സിദ്ഖ്. സിദ്ഖുൽ അസീമ. ഒരു കാര്യം ഇബാദത്താകാൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഷർത്ത് എന്താണ്? സിദ്ഖുൽ അസീമ, തീരുമാനത്തിലെ സത്യത. വഹുവ ഷർത്തുൻ ഫീ വുജൂദിഹ, ഇത് ഇബാദത്ത് ഉണ്ടാകാനുള്ള ഷർത്താണ്. ഇബാദത്താകാനുള്ള ഷർത്തിനെ താഴെ വരും. വത്താനി, നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്ത് അത് സ്വീകരിക്കണമെന്നുള്ള ഷർത്താണ് എനിക്ക് പറയാൻ പോകുന്നത്. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ, നമ്മൾ ചെയ്ത ഒരു കാര്യം ഇബാദത്തായി അള്ള പരിഗണിക്കണമെന്നുള്ള ഷർത്താണ് വിശദീകരിക്കാൻ പോകുന്നത്. വത്താനി, രണ്ടാമത്തത് ഇഖ്ലാസു നിയ്യ, നിയ്യത്തിലെ തൗഹീദ്. ഇഖ്ലാസു നിയ്യ എന്ന് പറഞ്ഞാൽ നിയ്യത്തിലെ തൗഹീദ്. എന്താ നിയ്യത്തിലെ തൗഹീദ്? നിയ്യത്ത് ഒരിടത്തേക്ക് മാത്രം, നിയ്യത്ത് ഒരിടത്തേക്ക് മാത്രം, അള്ളാഹുവിലേക്ക് മാത്രം. അതാണ് ഇഖ്ലാസു നിയ്യ. പലരും അമൽ ചെയ്യുമ്പോൾ പല നിയ്യത്തുണ്ടാവും. നമ്മളവിടെ നിയ്യത്ത് ശരിയല്ല എന്ന് പറയും. ചിലർക്ക് ദുനിയാവിന്റെ നിയ്യത്തായിരിക്കും, ആളുകളെ കാണിക്കണം, ബോധ്യപ്പെടുത്താനുള്ള നിയ്യത്തായിരിക്കും. ചിലർക്ക് വെറുതെ ഒരു മനസ്സംതൃപ്തിക്ക് മാത്രം വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. നിയ്യത്തൊന്നും ഉണ്ടാവില്ല, ആഹാരത്തിലെത്തുന്നത് ചിന്തയൊന്നുമില്ല. അത് ആത്മസായുജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അതല്ല, നമ്മൾ ചെയ്യുന്നത് അള്ളാഹു പരിഗണിച്ച് പ്രതിഫലം തരണം എന്ന നിയ്യത്തിനാണ് ഇഖ്ലാസ് നിയ്യ എന്ന് പറയാം. ഇത് തൗഹീദ്, ഇത് ആത്മാർത്ഥമല്ല. ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. ശരീരം വരുന്നത്. വർത്താനി, മൂന്നാമത്തെ ഷർത്ത് മുവാഫഖത്തു ശറഇ, ശറഇനോടുള്ള യോജിപ്പ്. നമ്മളൊരു കാര്യം ചെയ്താൽ അത് ശരീഅത്തിലുണ്ടാവണം. ഇപ്പൊ നബിദിനം കഴിക്കുന്ന ആൾക്കാർ പറയും, നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ളതാണ്, നബി ജനിച്ചത് സന്തോഷിച്ചെങ്കിൽ ചില കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കുഴപ്പമില്ല, പക്ഷെ അത് ഇബാദത്തായി നമ്മൾ പരിഗണിക്കുക. കാരണം മുവാഫഖത്തു ശറഇല്ല, അങ്ങനെ ചെയ്തത് ശറഇനോട് യോജിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ആ ചെയ്ത പ്രവർത്തനം ശറഅ് മതനിയമം, ശരീഅത്ത്, ദീൻ, അതിനോട് യോജിപ്പുണ്ടാകണം. ദീനിലുള്ളൊരു കാര്യമായിരിക്കും, പുറത്തുള്ള പറ്റില്ല. അള്ള ദീനാക്കാത്തതൊന്നും നമ്മളെ എന്താണ് പറ്റില്ല, ദീനാക്കാൻ പറ്റില്ല. അല്ലദീ അമറല്ലാഹു തആല, അള്ളാഹു കൽപ്പിച്ചതായ ശറഇനോട് യോജിപ്പ്. അല്ലാ യുദാന ഇല്ലാ ബിഹി,
അതിനോടല്ലാതെ കീഴ്പ്പെടാൻ പാടില്ല. ദാന യദീനു എന്നാണ് കീഴ്പ്പെട്ടു. അതിന്റെ മജൂറാണ് യുദാൻ. അതിനാ ദീൻ എന്നുള്ള വാക്കുണ്ടായത്. ഇസ്ലാം ദീൻ എന്ന് പറയും, കീഴ്പ്പെടുക. ദീൻ എന്നുള്ള വാക്കെന്താ അല്ലെ? വമാഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹു ദീൻ, അനുസരണം, കീഴ്പ്പെടൽ. ആ ദീൻ അതിന്റെ കീഴ്പ്പെട്ടു എന്നുള്ള അതിൽ ദാനമുണ്ട്. കീഴ്പ്പെട്ടാൽ ദീൻ എന്ന് പറയും. അള്ളാഹ് കീഴ്പ്പെടലാണത് ദീൻ. മനസ്സിലായില്ലേ? ദാന കീഴ്പ്പെട്ടു, യദീനു കീഴ്പ്പെടുന്നു. അതിന്റെ മജൂറാണ് യുദാൻ, കീഴ്പ്പെടുത്തപ്പെടുക. അല്ലാ യുദാന ഇല്ലാ ബി, അത് മുഖേനയല്ലാതെ ഒരു കീഴ്പ്പെടൽ ഉണ്ടാവില്ല, ദീന് പാലിക്കലുണ്ടാകില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടൽ ഉണ്ടാകൽ എന്തുകൊണ്ടാണോ അതിന്റെ പേരാണ് ശറഅ്. അള്ളാഹുവിന്റെ കീഴ്പ്പെടൽ എങ്ങനെ അറിയാം? ശറഅ് പാലിക്കുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ ശറഅയിൽ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് 5 നേരം നമസ്കരിക്കണം എന്നുള്ളത്. നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? 5 നേരം നമസ്കരിക്കും. അതിന് ശരീരത്തിൽ മുവാഫഖത്തുണ്ട് അല്ലെ? ഓരോ നമസ്കാരവും അതിന്റെ സമയത്ത് നമസ്കരിക്കുന്നുണ്ട്, മുവാഫഖത്തുണ്ട്. അപ്പൊ അത് ഇബാദത്താണ്. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിൽ സിദ്ഖുൽ അസീമ, അത് ഞാൻ ചെയ്യേണ്ടതാണ്, ചെയ്യും എന്നുള്ള തീരുമാനത്തോടുള്ള കൂറുകളൊക്കെ. 2, നിയ്യത്ത് അള്ളാഹുവിലേക്ക് മാത്രം ആയിരിക്കുക. 3-മത്തത് ശരീഅത്തിനോടുള്ള യോജിപ്പ്, മുവാഫഖത്തു ദീൻ, ശറഅ്. ആ ശറഅ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ച കാര്യത്തിൽ അതല്ലാതെ മറ്റൊന്നിനോട് കീഴ്പ്പെടാതിരിക്കാം. അള്ളാഹു പറഞ്ഞ ഒരു കാര്യത്തോട് കീഴ്പ്പെടുന്നതിനാണ് ശറഅ് എന്ന് പറയാം. അള്ളാഹുവിന് കീഴ്പ്പെടലാണ് ശറഅ്, ശരീഅത്ത്, ദീൻ. ദീൻ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ കീഴ്പ്പെടുക. ശരീഅത്ത് ദീനിന്റെ തന്നെ ഒരു പര്യായം. ബഹുമ ഷർത്താനി ബി ഖബൂലിയ. ഈ രണ്ടാമത് പറഞ്ഞ രണ്ടും നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കാനുള്ള ഷർത്താണ്. ആദ്യം പറഞ്ഞത് ഇബാദത്ത് ആകാനുള്ള ഷർത്താണ്. ഇബാദത്തായ ഒരു കാര്യം അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഈ 2 ഷർത്തും കൂടെ എന്ത് ചെയ്യണം? വേണം. ഇനി ഇത് വിശദീകരിക്കണം, ഈ 3 കാര്യങ്ങൾ. സുആൽ സാസ്യം, 9-മത്തെ ചോദ്യം. മാ ഹുവ സിദ്ഖുൽ അസീമ. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ സിദ്ഖുൽ അസീമ വേണമെന്ന് പറഞ്ഞു. അതെന്താണ് സിദ്ഖുൽ അസീമ? അടുത്ത ചോദ്യം. നമ്മളെ വായിക്കൽ വിശദീകരിക്കാം. അൽ ജവാബ്, ഉത്തരം. ഹുവ തർക്കു തകാസുലി വത്തവാനി വബദലുൽ ജുഹ്ദി ഫീ അൻ യുസദ്ദിഖ ഖൗലുഹു ബിഫഅലിഹി. യുസദ്ദിഖ ഖൗലുഹു ബിഫഅലിഹി. ഹുവ തർക്കു തകാസുലി വത്തവാനി വബദലുൽ ജുഹ്ദി. എന്താ തർക്ക് തകാസുൽ? തകാസുൽ എന്ന് പറഞ്ഞാൽ അലസത. കസലാന്ന് പറ്റില്ല, അലസത. തകാസുൽ ഒഴിവാക്കുക. സിദ്ഖുൽ അസീമോട് ഉദ്ദേശിക്കുന്നതാണ് തകാസുൽ, അലസത ഒഴിവാക്കുക, മടി ഒഴിവാക്കുക. തവാനി എന്ന് പറഞ്ഞാൽ അതന്നെ സാവകാശം ചെയ്യാം. അമാന്തം എന്ന് പറയും മലയാളത്തിൽ. അമാന്തം കാണിക്കുന്നറിയില്ല. ഇപ്പൊ ചെയ്യേണ്ടതാണ്. നിസ്കരിച്ച് ഒരു ദിവസം ഇവിടെ ശവപ്പെടുത്തുണ്ടോ? മകരന് വൃത്തപ്പെടുത്തും ചെയ്യാതിരിക്കാം. എന്നാൽ താല്പര്യമില്ലാതെ ചെയ്യാം. രണ്ടും തന്നെ. തക്കാസുൽ വത്തവാനി, ഇത് അസീമത്തിനെതിരാണ്. നമ്മളൊരു കാര്യം സിദ്ഖുൽ അസീമത്തുള്ളതാണ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പ്രകാരം ചെയ്യും. നോക്കിയപ്പോലെ മടി കാണിക്കൂല, ഒഴിവാക്കൂല. അപ്പൊ തക്കാസുൽ ഒഴിവാക്കണം, തവാനി ഒഴിവാക്കണം, മടി ഒഴിവാക്കണം, സാവകാശം കാണിക്കുന്ന പരിപാടി ഒഴിവാക്കണം, ബദുൽ ജുഹ്ദി, അധ്വാനം ചെലവാക്കണം. ജുഹ്ദാണ് അധ്വാനം, ബദലാണ് ചെലവാക്കുക. അധ്വാനം പണിയില്ല. നല്ല ഒരു ഇബാദത്തിന് അയാൾ എന്ത് വേണം? അധ്വാനിക്കണം. മുസ്ലിമാണെങ്കിൽ നല്ല പണിയെടുക്കണ്ട, ഒരു തിരിഞ്ഞ പറ്റും. ഏത് വിഷയത്തിലാണ് അധ്വാനിക്കേണ്ടത്? ഫീ അൻ യുസദ്ദിഖ ഖൗലഹു, അവന്റെ വാക്കിനെ സത്യപ്പെടുത്തുന്ന വിഷയത്തിൽ. എങ്ങനെ സത്യപ്പെടുത്തണം? ബിഫഅലിഹി, അവന്റെ ഫീല് കൊണ്ട്. നമുക്ക് പലർക്കും വാക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? നാവോടും തൊള്ളോടുള്ള തരത്തിയിട്ടാണ് ഭൂരിപക്ഷ ആൾക്കാർ. പറയാൻ കറക്റ്റായിട്ട് പറയും, അതിനെതിരാണെങ്കിൽ വെറുതെ വിടില്ല. പക്ഷെ അവനവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അവന് സിദ്ഖുൽ അസീമത്ത് പോയി. അത് ഒരു ഇബാദത്തായിട്ടാണ് സ്വീകരിക്കൂല. കാരണം എന്തുകൊണ്ട്? അവനിങ്ങനെ പറയുന്നതല്ലാതെ അവന്റെ ജീവിതത്തിൽ പകർത്തുന്നതില്ല. അത് പറ്റില്ല. ശരിയായ ഇബാദത്താകണമെങ്കിൽ അതെന്തായിരിക്കണം? അതിൽ സിദ്ഖുൽ അസീമ വേണം. അതായത് നമ്മൾ പറഞ്ഞ ആദ്യം നമ്മളെ വായിക്കാം, നടപ്പാക്കാം. നമ്മൾ പ്രസംഗിക്കുക, നോട്ടീസ് വിതരണം ചെയ്യാൻ മാത്രം പോരാ, അതാദ്യം നടപ്പാക്കുന്ന ആരായിരിക്കണം? അതിനാണ് സിദ്ഖുൽ അസീമ. അതിന്റെ തെളിവ് അങ്ങനെ വേണമെന്നുള്ള തെളിവ്. അലസത കാണിക്കാൻ പാടില്ല, അലസത കാണിക്കൽ കുറ്റമാണ് എന്നുള്ള തെളിവ് സൂറത്തു സഫിലെ 2-3 ആയത്തുകളാണ്. എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല
യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അപ്പൊ നമ്മൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കണം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ ജനങ്ങളൊന്നും പറയാനില്ല, കാരണം ഞാൻ പ്രവർത്തിക്കില്ല എന്നല്ല. ജനങ്ങളോട് പറയല് നഷ്ടമാണ്. പറഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യണം, അത് പ്രവർത്തിക്കുമ്പോഴാണ്. അല്ലാതെ പ്രവർത്തിക്കാതിരിക്കാനുള്ള ആയത്തല്ല. പലരും വേണ്ടതുമായി ചെയ്യൂല. എന്താണ്? ഞാൻ തന്നെ അറിയില്ല, പാലിക്കില്ല, പിന്നെ എന്തിനാ പറയാമോ? ഖുർആനിലല്ലേ ലിമത്തഖൂലൂന മാ ലാ തഫഅലൂൻ. അങ്ങനല്ല ഈ ആയത്തിനെ നിശ്ചയിക്കരുത്. അത് ഏൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കണം. പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തിക്കണം. നാളെ നിൽക്കാൻ പറ്റും, മരിച്ചൂലേ? നാളെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്. അപ്പൊ പറയുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ്. പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയാമെന്നാണ് അള്ളാഹ് നിയമിക്കുക. മനസ്സിലായില്ലേ? പിന്നെ പറയാം അള്ളാഹുവിന്റെ അരികിൽ കോപത്താൽ വലുതായിരിക്കും എന്നാണ്. വലിയ കോപമുള്ളതായിരിക്കും. കബുറ വലുതായി, മക്കത്ത് വളവ് കോപം. അതിന്തല്ല അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും വലിയ കോപമുള്ളതായിരിക്കണം. അൻ തഖൂലു നിങ്ങൾ പറയുക എന്നത്. നിങ്ങളുടെ പറയൽ മാലാത്ത പാലു നിങ്ങൾ പ്രവർത്തിക്കാത്തത്. ചെയ്യാത്ത കാര്യം നാട്ടിൽ പ്രചരിപ്പിച്ച് നടക്കാന്നുള്ളത് അള്ളാഹുവിന് വളരെ കോപമുള്ള കാര്യമാണ്. അപ്പൊ തക്കാസുൽ പാടില്ല, ശിറുക്കുൽ അദീമ വേണം എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. അസ്സുആലുൽ ആശിർ, 10ാമത്തെ ചോദ്യം. മാ മഅന ഇഖ്ലാസു നിയ്യ. ഒരു കാര്യം ഇബാദത്താക്കണമെങ്കിൽ ശിറുക്കുൽ അദീമ മാത്രം ഉണ്ടായാൽ പോരാ. ആ ഇബാദത്ത് അള്ളാഹ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ 2 നിബന്ധന കൂടിയുണ്ട്. നമ്മുടെ ഒരു ഇബാദത്താണ് കൃത്യതല്ലതാണ്, അതല്ല നമ്മൾ ചെയ്യുകയും ചെയ്തു. ആ ഇബാദത്ത് നമ്മൾ ചെയ്തു, അതപ്പോൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ശിറുക്കുൽ അദീമ മാത്രം ഉണ്ടായാൽ പോരാ. ഞാൻ മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞു മൗലിദ് കഴിച്ചു, അതോ സ്വീകരിച്ചു? അതുപോലെ മനസ്സിലായില്ലേ? അത് അതിനെന്ത് 2 കാര്യങ്ങളോട് വേണം. ഒന്ന് ഇഖ്ലാസ് നിയ്യ. മാ മഅന ഇഖ്ലാസ് നിയ്യ. നിയ്യത്തിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്ത് അള്ളാഹുവിനെ മാത്രമാക്കുക. ഇഖ്ലാസ് ഇഫ്റാദ്, തൗഹീദ് എന്നൊക്കെ അർത്ഥം. മാത്രമാക്കുക, അതാണ് ഇഖ്ലാസ്, അതാണ് തൗഹീദ്, അതാണ് ഇഫ്റാദ്. അപ്പൊ അള്ളാഹുവിന് മാത്രമാക്കുക. അഖ്ലസാണ് ബാക്കിയെല്ലാം ഒഴിവാക്കി ഒന്നിലേക്ക് മാത്രമാക്കുക, അതാണ് അഖ്ലസ. മാത്രമാക്കി വഹദ, അതാണ് അർത്ഥം. ജവാബ്, ഉത്തരം. ഹുവ അൻ യകൂന മുറാദുൽ അബ്ദി. ഒരടിമയുടെ ലക്ഷ്യം ആയിരിക്കലാണ്. ഒരടിമ ഒരമല് ചെയ്യുമ്പോൾ ലക്ഷ്യമാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാതിരിക്കാൻ, ഈ പഠനത്തെ ലക്ഷ്യമാണ്. എന്താ? ഈ പഠനം കഴിഞ്ഞാൽ ഇവിടെ ഒരു പരീക്ഷ നടത്തും, അത് ഏറ്റവും കൂടുതൽ മാർക്കോട് ഗോൾഡ് മെഡൽ കിട്ടും, അതല്ല നമ്മുടെ ലക്ഷ്യം. അതാണെങ്കിൽ അതൊരു ലക്ഷ്യമാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യമായിരിക്കണം ബിജമീഇ അഖ്വാലിഹി വഅഅമാലിഹി ളാഹിറ വൽ ബാത്തിന. അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ കൊണ്ടുമുള്ള ലക്ഷ്യം, അവന്റെ മുഴുവൻ വാക്കുകൾ കൊണ്ടുമുള്ള ലക്ഷ്യം. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലാഹിറത്തും ബാത്തിനത്തുമായ പ്രവർത്തനം. ലാഹിറത്തായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യം, ബാത്തിനത്തായ പ്രവർത്തനം ഈമാൻ കാര്യം. ലാഹിറത്തിനെ കാണാം, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെയാണ്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ കാണൂല, ഉള്ളിലുണ്ടാവും. അള്ളാഹു അഹർത്തിലൊക്കെയുള്ള ഉറച്ച വിശ്വാസം. അതിനെന്ത് അമലാണ്? ഒന്ന് കൽബിന്റെ അമലാണ്, ഒന്ന് അവയവങ്ങളുടെ അമലാണ്. അപ്പം ഒരടിമ അവന്റെ വാക്കുകൊണ്ടും പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങൾ കൊണ്ടും അടിമയുടെ ലക്ഷ്യമാകണം. എന്താകണം? അന്യപൂന മുറാദുൽ അബ്ദി ഇബ്തിഗാഉ വജ്ഹില്ല. അല്ലാഹുവിന്റെ വജ്ഹിനെ തേടൽ ആകണം. അന്യപൂന മുറാദുൽ അബ്ദി ഇബ്തിഗാഅ വജ്ഹില്ല. അല്ലാഹുവിന്റെ വജ്ഹ്, ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ വജ്ഹ് തേടലാകണം. എന്താ അല്ലാഹുവിന്റെ വജ്ഹ് തേടുക എന്ന് പറഞ്ഞാൽ? അള്ളാഹ് നാളെ കാണാൻ പറ്റും സ്വർഗത്തിൽ. അള്ളാഹ് നേരിൽ കാണുക. ഉജൂമിയോ വൈദിനാവറ ഇലാ റബ്ബിഹാനാവറ. ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും, റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ റബ്ബിന്റെ വജ്ഹിലേക്ക് നോക്കുന്ന അവസ്ഥ, അതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. വെറുതെ റബ്ബിന്റെ വജ്ഹ് കാണാൻ പറ്റില്ല. തൗഹീദ് വേണം, നിസ്കാരം വേണം, സക്കാത്ത് വേണം, അങ്ങനെയുള്ള എല്ലാ നല്ല അമലുകളും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുത്തു പോന്നാലേ നമുക്ക് അള്ളാഹിന്റെ മുഖം കാണാൻ പറ്റുള്ളൂ. വേറെ ലക്ഷ്യമില്ല. നാളെ കമ്മിറ്റിയിൽ റിപ്പോർട്ട് വായിക്കണം, മറ്റന്നാൾ പത്രത്തിൽ കൊടുക്കണം, ഇതൊന്നും ആലോചിച്ചിട്ട് അമൽ ചെയ്താൽ അതൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല മണ്ഡലമാണ്, മേഖലയാണെന്നൊക്കെ പറയും. നല്ല യൂണിറ്റാണ്, സെക്ടറിലുള്ള നല്ല സംഘാടകനാണ്, പേര് കിട്ടും, പത്രത്തിൽ ഫോട്ടോ ഉണ്ടാവും, അതിനാലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഖ്ലാസുൻ നിയ്യത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ലക്ഷ്യം ഉണ്ടാകാൻ പാടുള്ളൂ? ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല. അതിന്റെ തെളിവെന്താ?
സൂറത്തുൽ ബയ്യിനത്തിൽ 5-ാമത്തെ അല്ലാഹു അസ്സ വജൽ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അനുസരണം അള്ളാഹുവിന് മാത്രമാക്കി അവനെ ആരാധിക്കാനല്ലാതെ. അവർ അനുസരണം അള്ളാഹുവിന് മാത്രമാക്കി അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ. നേർക്ക് നേരെ വളവില്ലാതെ. അപ്പൊ യാതൊരു കലർപ്പുമില്ലാത്ത വിവാദം. നമ്മൾ വിവാദത്തിനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ച് അതിന് ദുഃഖലക്ഷ്യങ്ങൾ വെച്ച് അതിനുള്ളിൽ വേറെ ലക്ഷ്യങ്ങൾ ചേർത്ത് പറ്റില്ല. കലർപ്പില്ല. നേർക്ക് നേരെ ആർക്ക് വേണ്ടി മാത്രമായിരിക്കണം? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഏതെങ്കിലും പാർട്ടികളോട് സംഘങ്ങളോടൊക്കെ ചിലപ്പോൾ നമുക്ക് വിയോജിപ്പും വെറുപ്പൊക്കെ പല കാരണങ്ങളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ പറ്റി അനാവശ്യമായ ആരോപണങ്ങൾ പറയുന്നവരോടെങ്കിലും മനസ്സിലൊരു വിഷമമില്ലാതെ പോലെ. പക്ഷെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഒരു വിവാദത്തെ അതിനുവേണ്ടി കൂടാൻ പഠിപ്പിച്ചു, അതിനുവേണ്ടി പരിപാടി സംഘടിപ്പിച്ചു, അതൊന്നും അള്ള സ്വീകരിക്കില്ല. അള്ള സ്വീകരിക്കുമ്പോൾ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് അള്ളാഹു റസൂലിലൂടെ കിതാബിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യും. അത് സ്വീകരിക്കണം എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രവർത്തിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തെളിവ് അടുത്തുള്ളത് സൂറത്തുൽ ലൈലിലെ 19-20 അള്ളാഹുവിന്റെ അരികിൽ ഒരാൾക്കുമില്ല മിൻ നിഅമത്തിൻ ഒരു അനുഗ്രഹം തുജ്സ നൽകപ്പെട്ട ഒരാൾക്കും അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയിട്ടില്ല. ഇല്ല വജ്ഹി റബ്ബി റബ്ബിന്റെ വജ്ഹ് തേടിക്കൊണ്ടല്ലാതെ. ഏത് റബ്ബ്? അൽ ആല അത്യുന്നതനായ. അപ്പൊ റബ്ബ് നമുക്ക് ഒരു അനുഗ്രഹം നൽകിയിട്ട് നമ്മൾ അതിന് നന്ദി കാണിച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്ത് മാത്രമേ ഉള്ളൂ? ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രം അമൽ ചെയ്യുന്ന ആളുകളുടെ ഗുണമായിട്ടാണ് എന്തിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് അവനൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യമായിട്ട് വേറൊന്നും അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ മറ്റൊന്നും കടന്നു വരാൻ പാടില്ല. മറ്റൊരായത്ത് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, തീർച്ചയായും നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ലിവജ്ഹില്ല അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും, നിങ്ങളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നില്ല, ലക്ഷ്യം വെക്കുന്നില്ല. അറാദ നാം ലക്ഷ്യം വെച്ചു, പ്രതീക്ഷിച്ചു. ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തു, അതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രതീക്ഷിക്കുന്നില്ല. എന്തല്ലാതെ എന്ത് പ്രതീക്ഷിക്കുന്നില്ല? ജസാഅൻ വലാ ശുകൂറ, ഒരു ജസാവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു ശുകൂർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ, സത്യവിശ്വാസികൾ അഗതികൾക്ക് അല്ലെങ്കിൽ അനാഥർക്ക് ഭക്ഷണം കൊടുത്താൽ അതിന് അല്ലെങ്കിൽ ഒരു അടിമ അല്ലേ, അതൊക്കെ മിസ്കീനും യതീമ് വാസികള, ഒരു മിസ്കീനിന് അല്ലെങ്കിൽ ഒരു യതീമിന് ഭക്ഷണം കൊടുത്താൽ അതിൽ അവർ എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? അവര് എന്തിനു വേണ്ടിയാണ് ഭക്ഷണം കൊടുത്തത്? ഞങ്ങൾ അതുകൊണ്ട് അള്ളാഹു ഇസ്തിഹാബത്ത് അള്ളാഹിന്റെ മുഖങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുക. അല്ലാതെ അവരെടുക്കുന്ന ഒരു ചെയ്താൽ ഇനി നമ്മളൊരു കാര്യം ചെയ്തു, നാളെ അവരെടുക്കുന്ന പകരം എന്തെങ്കിലും കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഒരു നന്ദി ശുക്കൂർ, ശക്കൂർ അല്ല ശുക്കൂർ. ശുക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മസ്തർ, ശക്കറ നന്ദി കാണിച്ചു. അതിന്റെ ക്രിയാനാമം നന്ദി എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശുക്ർ, മറ്റൊരു വാക്കാണ് ശുക്കൂർ. രണ്ടിന്റെ അർത്ഥം നന്ദി. ശുക്കൂറിന് നന്ദി ചെയ്യുന്നതെന്നല്ല, അതിന് ശക്കൂറിന് പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ശക്കൂറിനൊക്കെ നമ്മൾ ശുക്കൂറാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ശുക്കൂറിന് വിളിക്കുന്നവരൊക്കെ നന്ദി കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ശരിക്കും ശുക്കൂറല്ല, ശരിക്കും ശക്കൂറാണ്. നന്ദി കാണിക്കുന്നത് എന്താ പറയാ? ശക്കൂർ എന്നാണ് പറയുന്നത്. അത് പോട്ടെ. ശുക്കൂർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ശുക്കൂർ എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ സാധാരണ ഒരാൾക്ക് ഹയർ ചെയ്താൽ ഒരു നന്ദി ആഗ്രഹിക്കും. അത് ആഗ്രഹിക്കേണ്ട. നമ്മുടെ അർഹതയുള്ള ഒരാൾക്കാണ് ഒരു സ്വർക്ക് കൊടുത്തെങ്കിൽ അള്ളാന്റെ വചനം തന്നെ വെക്കാം. പിന്നെ നാളെ ആൾക്കാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരാവശ്യം ഇപ്പോൾ എന്നല്ലല്ലോ മറ്റേയാളെ ശ്രദ്ധിച്ചത്, ഞാനവൻ എല്ലാ കൊണ്ടും തക്കാത്ത കൊടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവനെ പ്രശ്നം വന്നപ്പോൾ ഞാനല്ലേ സഹായിച്ചത്, അവന് കടത്തേക്കും ഞാനല്ലേ കട കൊടുത്തത്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ ചെയ്തു, എന്നെ അവഗണിച്ചു തന്നു. അപ്പൊ നമുക്ക് ദുനിയാവിലാണെങ്കിൽ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഇനി ഒരു തൊഴിലാളി ആണെങ്കിൽ അവനെ സഹായിച്ചതിന്റെ പേരിൽ നമ്മളെ വിട്ട് പണിക്ക് വിളിച്ചാൽ വേറെ പണിക്ക് പോകാതെ വന്നോളും. അതിനാണ് ചില ആൾക്കാർ സ്വതം കൊടുത്തത്. ചില ആൾക്കാർ മുതലാളിമാർക്ക് എന്ത് ചെയ്യും? സാധാരണക്കാരങ്ങൾ കൊടുക്കും. അതിന് അയാളുള്ളത് ഇതിന് അള്ളാഹടുത്ത് പ്രതിഫലം കിട്ടാനുള്ളതോ അള്ളാഹിനെ നേരിട്ട് കാണാനുള്ള അജണ്ട എടുത്തിട്ടുണ്ടാവില്ല.
ഞാൻ നാട്ടിലെ കാര്യപ്പെട്ട പ്രമാണിയാണ്, ഞാനപ്പോൾ വിളിച്ചാൽ ചെയ്യണം, നീ എന്റെ വീട്ടിൽ വരണം, അതിനാണ് ഇടക്കിടക്ക് ഞാൻ നിനക്ക് തരുന്നത്. ഒരു കൈമടക്കന്റെ സ്വഭാവം മാത്രമേ ഒരു സദക്കന്റെ മഹത്വല്ല പലപ്പോഴും. അത് പാടില്ല. ഇന്നമാനു തൊഴിമുക്കും ഇവജയില്ല, തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അടുത്തത് സൂറത്തുൽ ശൂറ 20. قال تعالى من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. من كان يريد حرث الآخرة, ആരെങ്കിലും ആഖിറത്തിന്റെ കൃഷി ലക്ഷ്യം വെച്ചാൽ, ആരെങ്കിലും ആഖിറത്തിന്റെ കൃഷി ലക്ഷ്യം വെച്ചാൽ, ദുനിയാ മസറത്തുൽ ആഖിറാണ്, ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിയിടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് കൃഷി ഇറക്കുന്നത് ദുനിയാവിലാണ്. ആഖിറത്തിന്റെ കൃഷി എന്ന് പറയാൻ കാരണം കൊയ്ത്ത് അവിടെ. അപ്പൊ അവിടെ കൊയ്യണം എന്ന് വിചാരിച്ചാണെങ്കിലും കൃഷി ഇറക്കിയാലാണ് മൻകാനി ഹറത്തൽ ആഖിറ. ചിലർക്ക് ഇവിടെ തന്നെ കൊയ്യണം, ഇവിടെ ചെയ്യും. നാളെ തന്നെ അടുത്ത കമ്മിറ്റിയിൽ എന്ത് ചെയ്യണം, പിന്നെ ജില്ലാ സെക്രട്ടറി ഉണ്ടായത് തവണത്തിന് എടുത്തിട്ടുണ്ട്. സമ്മേളനത്തിന് എത്ര ആളെ കൊണ്ടുവന്ന് അത്ര ബസ് ഞാൻ സംഘടിപ്പിച്ച്, മനസ്സിലായില്ലേ? അത്ര സംഘാടകൻ ഞാനായതൊന്നും ചെയ്യണം, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിത്വം എനിക്കായിരിക്കണം. ദുനിയാവിന്റെ ലക്ഷ്യത്തിലേക്ക് പോകും. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ലക്ഷ്യം, ചില മുതലാളിമാരൊക്കെ സാധുക്കൾക്ക് സർക്ക് കൊടുക്കുന്നതിൽ ഒരു ദുനിയാവ് ലക്ഷ്യം പോകും. അത് ദുനിയാവിലേക്കുള്ള കൃഷിയാണ്. ആഖിറത്തുൽ ലക്ഷ്യം വെച്ച് അള്ളാഹു പരിഗണിക്കണം, അള്ളാഹ് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, അള്ളാഹ് എനിക്ക് ഈ പ്രതിഫലം തരണം, അള്ളാഹിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരാൾ അമൽ ചെയ്യുന്നതിനാണ് ഹർത്തുൽ ആഖിറ. നല്ലൊരു അലങ്കാര ഉപമയാണ്. ആഖിറത്തിന്റെ കൃഷി എന്നുള്ളത് ഒരു ഉപമ പ്രയോഗമാണ്, നടത്തുന്നതിനുള്ള സംഗതിയല്ല. ഇവിടെ നമ്മുടെ അമൽ സാലിനെ കുറിച്ച് കൃഷി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നസിദ് ലഹു ഫീ ഹർസി, അവന്റെ കൃഷിയിൽ നാം വർദ്ധിപ്പിക്കും. അങ്ങനത്തെ ഒരാളുടെ കൃഷി നമ്മൾ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. അവന്റെ കൃഷി നാം വർദ്ധിപ്പിക്കും. വമൻ കാന യുരീദു ഹർസ ദുനിയ, ഒരാൾ ദുനിയാവിന്റെ കൃഷി ഉദ്ദേശിച്ചാൽ, ദുനിയാവിന്റെ കൃഷിയാണ് ഒരു നല്ല അമൽ ചെയ്യും. ചിലപ്പോൾ നിസ്കാരാവാം, സക്കാത്താവാം, സ്വതക്കയാവാം, രോഗിയെ സന്ദർശിക്കലാകാം, ഹജ്ജാവാം, എന്ത് അവർ സ്വീകരിക്കേണ്ട ഒരു അമലാകാം. പക്ഷേ അയാൾ അതുകൊണ്ട് കൃഷി ആഹൃത്തമല്ല. ഇവിടെ ഹാജിന് പേരിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്തു, മനസ്സിലായില്ല. ഇവിടെ നല്ല മുത്തസദ്യക്കാണ്, തുറക്ക് കൊടുക്കുന്ന ആളെന്ന് പേരിട്ടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു? അയാള് പിന്നെ തുറക്ക് കൊടുത്തത് സക്കാത്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവസ്ഥ എന്താണ്? ആ നിലക്കാണ് അയാൾ ചെയ്തതെങ്കിൽ മൻകാന യുരീദു ഹർസ ദുനിയ, ആരെങ്കിലും ദുനിയാവിന്റെ കൃഷി ലക്ഷ്യം വെച്ചാൽ നുഅ്തിഹി, അതിൽ നിന്ന് നാം അയാൾക്ക് കൊടുക്കും. അത് കിട്ടും. പേരിന് വേണ്ടി ചെയ്തത് പേരുണ്ടാവും, പ്രശസ്തിക്ക് വേണ്ടി ചെയ്തവർക്ക് പ്രശസ്തി ഉണ്ടാവും, വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ചെയ്തവർക്ക് അത് കിട്ടും. അയാൾ ലക്ഷ്യം വെച്ചാൽ ആ നേട്ടം ചിലപ്പോൾ കിട്ടും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറത്തി നസീബ്, അയാൾക്ക് ആഖിറത്തിൽ ഒരു നസീബ് ഉണ്ടാവുകയില്ല. അയാൾക്ക് ആഖിറത്തിൽ ഒരു നസീബ് ഉണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ പറഞ്ഞതാണ് ഇഖ്ലാസു നിയ്യ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊരു അമല് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ, വാക്കും അമലാണ്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ അമൽ, അവയവങ്ങളുടെ അമല്, ഖൽബിന്റെ അമല്, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് അള്ളാഹുവിന്റെ വജ്ഹ് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുക. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുക. അതിനാണെന്ന് പറയാം ഇഖ്ലാസു നിയ്യ. അതിന്റെ തെളിവൊന്ന് സൂറത്തുൽ ബയ്യിനത്തിലെ 5-ാമത്തെ ആയത്ത്. നമ്മുടെ കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കി അള്ളാഹുവെ ഇബാദത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, അനുസരണം അള്ളാഹുവിന് മാത്രമാക്കി ഇഖ്ലാസോടുകൂടി. രണ്ടാമത്തത് വമാലിയാഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, അവർക്ക് നൽകപ്പെട്ട ഒരു നിയമത്തും അവന്റെ അരികിലില്ല. അല്ല ഏത് ഒരു നല്ല കാര്യം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് അതിന്റെ പേരുണ്ടാകാൻ പാടില്ല. നമ്മൾ വേറൊരാൾക്ക് ഒരു നല്ല ചെയ്തെടുക്കുന്നതിനാണ് നിയമത്ത് ചെയ്തെടുക്കാൻ പറയാം. നിങ്ങൾ എനിക്കൊരു നിയമത്ത് തരാ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു നിയമത്ത് തരാം, അതിനില്ല. എന്തില്ല? അള്ളാഹുന്റെ വജ്ഹ് അല്ലാതെയില്ല. അപ്പൊ അള്ളാഹു നമ്മോട് ഏൽപ്പിച്ച ഒരു നിഅമത്ത് നൽകലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലാത്തതില്ല. നമ്മളോട് വേറെ ആർക്കെങ്കിലും ഒരു നിയമത്ത് കൊടുക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് വേറെ കാലത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹിന്റെ വജ്ഹ് തേടലല്ലാതെ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അല്ലാതെ ഒരു നിയമത്തും മറ്റുള്ളവർക്ക് ചെയ്യാൻ അള്ളാഹ് നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മെ ഏൽപ്പിച്ച
അടിസ്ഥാനത്തിൽ നമ്മൾ വേറെ ആർക്ക് എന്ത് നന്മ ചെയ്താലും നമ്മൾ അതുകൊണ്ട് എന്തേ വിചാരിക്കാൻ പാടുള്ളൂ? ഇത്തിഖാ വജ്ഹി റബ്ബിൽ ആല, അത്യുന്നതനായ അവന്റെ റബ്ബിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ പാടുക. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, അള്ളാന്റെ വജ്ഹിന് വേണ്ടിയാണ് നിങ്ങൾ ഭക്ഷണം. വേറെ പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ കാക്ഷിക്കുന്നില്ല. ആഖിറത്തിന് വേണ്ടി അയാൾ കൃഷി ചെയ്താൽ, നന്മ ഇറക്കിയാൽ അയാൾക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടും. 1-ന് 10 ചുരുങ്ങിയത്, അതിന് കൂടുതൽ 70, 700 അങ്ങനെയൊക്കെ ഇരട്ടി കിട്ടും. ദുനിയാവിന് വേണ്ടി അയാൾ കൃഷി ചെയ്താൽ ദുനിയാവ് കിട്ടും, ആഖിറത്തിൽ ഉണ്ടാവില്ല. ആഖിറത്തിൽ നസീബ് ഓഹരി, അയാൾക്ക് അവിടെ ആഖിറത്തിൽ ഒരു ഓഹരി ഉണ്ടാവില്ല. 42-ാമത്തെ സൂറത്ത് സൂറയിലെ 20-ാമത്തെ ആയത്ത്. 11-ാമത്തെ ചോദ്യം, മാ ഹുവ ശറഅ അല്ലദീ അമറല്ലാഹു തആല അല്ലാ യുദാന ഇല്ലാ ബി. ഒരു ഇബാദത്ത് സ്വീകരിക്കപ്പെടേണ്ട 3-ാമത്തെ ശർത്താണെന്ത്? അത് അള്ളാഹു ദീനാക്കിയിട്ടുള്ള, അള്ളാഹുവിനെ കീഴ്പ്പെടുക എന്ന ശരീഅത്ത്, ആ ശരീഅത്തിന് യോജിക്കണം. ആ ശരീഅത്തോട് എന്താണ്? മുവാഫഖത്ത്, യോജിപ്പോണം. അങ്ങനെ പറയാറുണ്ട്. ഏത് ശരീഅത്തോട് യോജിപ്പോണെന്നാണ് പറഞ്ഞത്? അതായത് കീഴ്പ്പെടേണ്ട അള്ള കൽപ്പിച്ച ശരീഅത്ത് ഏതാണ്? അതിനല്ലാതെ മറ്റൊന്നിന് കീഴ്പ്പെടാൻ പാടില്ല എന്നാണ് അല്ലാ യുദാന ഇല്ലാ ബിഹി. അല്ലാ യുദാന ഇല്ലാ ബിഹി, ഇതിനല്ലാതെ കീഴ്പ്പെടാൻ പാടില്ല. അപ്പം മറ്റൊന്നിന് കീഴ്പ്പെടാൻ പറ്റാത്ത ഇതിന് മാത്രമേ കീഴ്പ്പെടാവൂ എന്ന് അള്ളാഹു തീരുമാനിച്ച ആ നിയമം ഏതാണ്? വേറൊന്നിന് കീഴ്പ്പെടാൻ പാടില്ല, ഈ നിയമത്തിന് മാത്രമേ കീഴ്പ്പെടാവൂ എന്ന് ഒരു നിയമത്തെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമം ഏതാണെന്ന ചോദ്യം. മാ ഹുവ ശറഅ, ഏതാണ് ആ ശറഅ? അല്ലാതെ ഞാൻ പറഞ്ഞ അള്ള കൽപ്പിച്ച ശറഅ എന്ത് കൽപ്പിച്ച? അല്ലാ യുദാന ഇല്ലാ ബിഹി, അതിനല്ലാതെ ഒരാൾ കീഴ്പ്പെട്ടുകൂടാ, അതിനല്ലാതെ മറ്റൊന്നിനും ഒരാൾ കീഴ്പ്പെടാൻ പാടില്ല എന്ന് അള്ളാഹു തീരുമാനിച്ച ആ ശറഅ ഏതാണ്? മനസ്സിലായി? ചോദ്യം മനസ്സിലായി? ഇതിനല്ലാതെ കീഴ്പ്പെടാൻ പാടില്ല എന്ന് അള്ള കൽപ്പിച്ച ഒരു ശറഅുണ്ട്. വേറെ ഒന്നിനും കീഴ്പ്പെടരുത്, ഇതിനെ കീഴ്പ്പെടാവൂ. ആ ശറഅ ഏതാണ്? അതിന് ഉത്തരം അൽ-ജവാബ് ഹിയൽ ഹനീഫിയ. അതിന്റെ പേരാണ് ഹനീഫിയ, നേർക്കുനേരെയുള്ളത്. ഹനീഫ്, അതിന്റെ പേരെന്താണ്? ഹനീഫിയത്ത്. അത് പേര് ഇസ്ലാമിന്റെ പര്യായമാണത് ഹനീഫിയത്ത്. നമ്മുടെ സലഫിയത്ത് എന്നൊക്കെ പറഞ്ഞതായി തന്നെ മനസ്സിലായില്ലേ? സലഫിനോട് യോജിച്ചത് എന്നാണ് സലഫിയത്ത്. ഹനീഫിയത്താണ് ഹനീഫിനോട് യോജിച്ചത്. ഹനീഫ് എന്നാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണത് ഹനീഫ്. ഇബ്രാഹിം നബിയോട് യോജിച്ചതാണ് ഹനീഫിയത്ത്. അപ്പൊ ഇബ്രാഹിം നബിയോട് യോജിച്ചത് അതാണ് ഒന്നും വിശേഷിച്ച് മില്ലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പേരാണത് ഹനീഫിയത്ത്. പിന്നെ ഇബ്രാഹിം നബിയാണ് അതിന് ഇസ്ലാം കേട്ടത്. നമുക്ക് മുസ്ലിങ്ങൾ കേട്ടതാരാണ്? ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി പാലിച്ച കാലത്തിന്റെ പേരെന്താണ്? ഹനീഫിയത്ത്. അതാണ് ഹനീഫ മുസ്ലിം. രണ്ടുണ്ട്, ഇസ്ലാമുണ്ട്, ഹനീഫിയത്തുണ്ട്. ഹനീഫിയത്തുണ്ട് ഇസ്ലാമിന്റെ ഒരു പര്യായമാണ്. ഹനീഫിയത്തുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നേർക്കു നേരെയുള്ളത്. ഹനീഫൻ, ഹനീഫ് എന്നാണ് നേരെയുള്ളത്, വളവില്ലാത്തത്. വളവില്ലാത്തതുമായി ബന്ധപ്പെട്ടതാണ് ഹനീഫിയത്ത്. യാതൊരു കലർപ്പും വരാത്തത്, നേർക്ക് നേരെയുള്ളത്. ഋജുവായതെന്ന് പറയും. മലയാളത്തിൽ ഇപ്പോൾ വാക്ക് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ഋജുവായത്, വളവില്ലാത്തതിന് പറഞ്ഞ വാക്കാണ് നേരെയുള്ളത്, യാതൊരു വളവുമില്ലാത്തത്. അതാണ് ശറഅ ഹനീഫിയത്ത്. അതൊന്നുകൂടി മനസ്സിലാക്കുന്നതാണ് മില്ലത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്തൊക്കെയാണ്? യാതൊരു കുതന്ത്രവും ഒക്കെ നടക്കുന്നതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മുഴുവൻ ഇടപാട് എന്താണ്? വളരെ നേർക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവും. ഇബ്രാഹിം നബി പറയാണ്, ആ വലിയ ആളായിരിക്കും ഈ ചെറിയതിനൊക്കെ വെട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ വലിയ ആളല്ല വെട്ടിയത്. ഇബ്രാഹിം നബി എന്നെ വെട്ടിയെന്ന് തെളിവാണ്. അത് നേർക്കുന്നതിനുള്ള ഒരു അർത്ഥമാണ്. അത് പലരും പറഞ്ഞമാതിരി തന്ത്രം കാണിച്ചതോ വളച്ചൊടിച്ച് പറഞ്ഞതോ അവരെ കബളിപ്പിച്ചോ കബളിപ്പിക്കാൻ പറ്റുമോ? ബുദ്ധിയിലവരെ കബളിപ്പിക്കാൻ പറ്റുമോ? മാത്രമല്ല, അത് പറഞ്ഞപ്പോ തന്നെ അവര് എന്താണ്, അവരുടെ തല തിരിഞ്ഞു. അവര് ശരിക്കും എന്ത് ചെയ്തു? ഇബ്രാഹിം നബി പറഞ്ഞു ശരിയാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു തൗഹീദായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പറയാൻ മതത്തിലേക്ക് പോയതാണ്. ആ സമയത്ത് അവർ പതറിപ്പോയി. ശരിയാണല്ലോ അവർ ചിന്തിച്ചു. ദൈവങ്ങൾക്ക് ഒരു കഴിവില്ല, ഇല്ലാതെ ഒരു കഴിവുമില്ലല്ലോ അവർക്ക് മനസ്സിലായി. അതാണ് ഹനീഫിയ. അതിന്റെ തെളിവെന്താണ്? ആൽ ഇംറാൻ 19 അല്ലാഹു തബാറക വ തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ദീൻ അള്ളാഹുവിന്റെ അരികിൽ ഇസ്ലാം മാത്രമാണ്. അപ്പൊ ഇസ്ലാം എന്ന ശരീഅത്ത് അതിന്റെ പഴയ പേരാണ് ഹനീഫിയത്ത്. ഇസ്ലാം എന്ന ഹനീഫിയത്ത്. അടുത്തത് أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها
ആലുമറാൻ 83 അഫഗൈറ ദീനില്ല, അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഒന്നാണോ യബൂന അവർ തേടുന്നത്, അള്ളാഹിന്റെ ദീനല്ലാത്ത ഒന്നാണോ തേടുന്നത് എന്നുള്ളത് ആക്ഷേപകരമായ ചോദ്യമാണ്. അവർ അംഗീകരിക്കില്ല, അത് ചെയ്ത് മോശമായി പോയി. നിങ്ങളെന്താ അള്ളാഹിന്റെ ദീനല്ലാത്ത ഒന്നാണോ തേടുന്നത്? അതാ അപ്പൊ അർത്ഥം എന്താ? അള്ളാഹിന്റെ ദീന് മാത്രമേ നിങ്ങൾ തേടാൻ പാടുള്ളൂ എന്നാണ് അതിനായി ചോദ്യം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്തതാണോ അവർ അന്വേഷിക്കുന്നത്? വലഹു, അവന് അസ്ലമ കീഴ്പ്പെട്ടു, മൻ ഫി സമാവാതി വൽ അർളി, ആകാശങ്ങളിലുള്ള എല്ലാവരും, വൽ അർളി ഭൂമിയിലുള്ള എല്ലാവരും, തൗഅൻ സ്വമേധയ, വകർഹൻ നിർബന്ധിതമായി. സ്വന്തം ഇഷ്ടത്താലും സ്വന്തം ഇഷ്ടമില്ലെങ്കിലും ആകാശഭൂമികളിലുള്ള എല്ലാവരും അള്ളാഹു കീഴ്പ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെടാത്ത ഒരു കാഫിർ പോലും അള്ളാഹുവിന് കീഴ്പ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പ്രകൃതിയാണ് പറയുന്നത്, വിശ്വാസമല്ല. വിശ്വാസത്തിൽ മാത്രമേ അള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ. പ്രകൃതത്തിൽ ഒരു കാഫിറും അള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. ഉണ്ടോ? എല്ലാ കാഫിറും ഒരു ശിശുവായിട്ട് തന്നെ ജനിക്കണം. അവരിങ്ങനെ എന്താണ്, പിന്നെ ഒരു ബാലനായി കൗമാരപ്രായത്തിലെത്തി, യുവാവായി, അങ്ങനെ മധ്യവയസ്സിലെത്തി, പിന്നെ വാർദ്ധക്യത്തിലെത്തി. അതിലൊന്നും ഒരു കാഫറിന് എതിർക്കാൻ പറ്റില്ല. ഒരു കാഫറിനെയും തലമുടി നരയ്ക്കാതിരിക്കൂല, ഒരു കാഫറിനും അസുഖം വരാതിരിക്കൂല. ഈ ലോകത്ത് മനുഷ്യർക്ക് പടപ്പുകൾക്ക് പറഞ്ഞൊക്കെ എല്ലാ പടത്തിനും ഉണ്ടാവും. മുഅ്മിനുണ്ട്. അതാണ് ചിലത് തൗഅൻ കറഹൻ, രണ്ടു നിലക്കും. അപ്പൊ എല്ലാവരും അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ചാണ് ഈ ഭൂമി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ കാഫർ മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം, അള്ളാഹിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പിന്നെ ആരാധിക്കാൻ പാടുള്ളൂ, അവന്റെ ശരീരത്ത് മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ. അതാണ് ആലുമറാൻ 83 വഖാല വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ, ആരാണ് ഇബ്രാഹിം മില്ലത്തിനെ വെറുക്കുന്നത്? റഗിബ അൻ എന്നാണ് വെറുത്തു, യർഗബു അൻ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വെറുക്കുക, ഹനീഫിയത്തിനെ വെറുക്കുന്ന ആരാണ്? ഇല്ലാ മൻ സഫിഹ നഫ്സ, തന്റെ നഫ്സിനെ വിഡ്ഢിയാക്കിയവനല്ലാതെ. അവനവനെ വിഡ്ഢിയാക്കി സ്വർഗം നഷ്ടപ്പെടുത്തി നരകം വിലക്കുവാൻ അതിനേക്കാൾ വലിയൊരു ബുദ്ധിയുണ്ടോ? അള്ളങ്ങനെ സ്വർഗം മുന്നിൽ വെച്ചെടുത്തിട്ട് അത് തട്ടിയിട്ട് എനിക്ക് നരകം മതി എന്ന് പറഞ്ഞാൽ അതിൽ പോയി ചാടുന്ന ഒരുത്തനേക്കാൾ വലിയ വിദ്യയാണ്. അപ്പൊ സ്വന്തത്തെ വിഡ്ഢിയാക്കിയവനല്ലാതെ ഇബ്രാഹിം മില്ലത്തിനെ വെറുക്കുന്നവർ ആരുണ്ട് എന്നാ ചോദ്യം. അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വെറുക്കുന്നവരൊക്കെ എന്തായിരിക്കും? അവര് സ്വന്തം നഫ്സിനെ വിഡ്ഢിയാക്കുന്നവരായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 130 ആയത്ത്. അടുത്ത പറയുന്നത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആലുമറാൻ 55 ആയത്ത്. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അതൊരിക്കലും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. അപ്പൊ ഇസ്ലാം അല്ലാത്ത ഒന്ന് ദീൻ, അതാണ് ഇബ്രാഹിം നബി എന്നാണ് ഇസ്ലാം ആദ്യം പറഞ്ഞു. അത് തന്നെയാണ് ഹനീഫിയത്ത്, അത് തന്നെയാണ് ശരീഅത്ത്, അതാണ് ഇസ്ലാം. മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയും. എന്താ പറയാ? മില്ലത്ത് ഇബ്രാഹിം മില്ലത്ത്. വീണ്ടും ഖുർആൻ സൂറ അശൂറ 21 وقال تعالى أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. അതല്ല, അവർക്ക് പങ്കാളികളുണ്ടോ? അതായത് ദീനിൽ നിന്ന് അവർക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹു ഉത്തരവ് നൽകിയതനുസരിച്ചല്ലാതെ. അള്ളാഹു ഉത്തരവ് നൽകിയ ദീന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ മുഹമ്മദിനെ പഠിപ്പിക്കാതെ ചെയ്യുന്നുണ്ട്. ആര്? പിന്നെ മുശ്രിക്കുകളും അഹ്ലു കിതാബും അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മുഹമ്മദിനെ പഠിപ്പിക്കാത്ത ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്തും ചെയ്യുന്ന മുഹമ്മദിനെ പഠിപ്പിക്കാത്ത ഒരുപാട്. അതിൽപ്പെട്ട ഒന്നാണ് മൗലിദ് ആഘോഷം. ഇപ്പൊ ചാവടിയും കബറ് കെട്ടിപ്പൊക്കലത്തെ കള്ള പഠിപ്പിക്കുക ശരീരത്തിലില്ലാത്ത തന്നെ. ഇതേപോലെ പണ്ട് ചെയ്ത മുശ്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. അവർ സ്വന്തം വക ശരീരത്തിനായിരിക്കാൻ ചെയ്യും. അല്ലാത്തവരെ ആരാധിക്കും, ഉത്സവം നടത്തും. ചിലപ്പോൾ അവർ അള്ളാനെ ആരാധിക്കും. അബൂജഹലും സുബത്തും അടക്കം അള്ളാഹു ആരാണ് നിസ്കരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ നിന്നൊക്കെ നിസ്കരിച്ചിട്ടോ അവർ മുഹറം മാസത്തിൽ നോമ്പ് വെക്കുന്നുണ്ട് അല്ലെ. കൃഷിയെ വളമിട്ടാൻ സക്കാത്ത് കൊടുക്കും. അള്ളാഹ്ക്ക് വേണ്ടി കൂലിട്ടാൻ സക്കാത്ത് കൊടുക്കും. അവരെ അവലിയാക്കന്മാർക്ക് കൂലിട്ടാൻ അവരെന്ത് ചെയ്യും? അവലിയാക്കന്മാരെ കൂലിട്ടാൻ സംരക്ഷണം കിട്ടാൻ സക്കാത്ത് കൊടുക്കും. രണ്ടും ചെയ്യും. അപ്പൊ ചെയ്യുമ്പോൾ അള്ളാഹ് ഇഷ്ടമുള്ളത് മാത്രമല്ല ചെയ്യാം. ശരി, അതവിടെ പറയാം. അങ്ങനെ വരുമ്പോണ്ടായി അതാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹ് പഠിപ്പിച്ചതല്ലാതെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ
വേറെ ആരെങ്കിലും ദീനുണ്ടാക്കാൻ പങ്കാളികളുണ്ടോ? മൗലികാഘോഷക്കാരോട് നമ്മൾ ചോദിക്കണം, കബർ കെട്ടിപ്പൊക്കുന്നവരോട് നമ്മൾ ചോദിക്കണം, ചാവടിയെന്നല്ല, നിങ്ങൾക്ക് ഈ ദീന് പഠിപ്പിക്കാൻ ആരാണ്? ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ അള്ളാഹുള്ളത്, അത് റസൂലാണ് എത്തിക്കുന്നത്. ഈ അള്ളാഹിന്റെ അരികിൽ നിന്നുള്ള വഴി അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ച ദീനിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് കൊടുക്കുന്നു. ഖുർആന്റെ ചോദ്യം സൂറത്ത് ശൂറ 21. അം ലഹും ശുറക, അതല്ലേ ഇവർക്കെന്താ പങ്കാളികളുണ്ടോ? എന്ത് പങ്കാളി? ശറഉ ലഹും, അവർക്ക് ശരീഅത്തുണ്ടാക്കി കൊടുക്കുന്ന, അവർക്ക് നിയമം ഉണ്ടാക്കി കൊടുക്കുന്ന പങ്കാളി. പിന്നെ ദീനിൽ നിന്ന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹ് ഉണ്ടാക്കിയ നിയമത്തിന് പുറമെ സ്വന്തം വക നിയമങ്ങൾ ഉണ്ടാക്കുന്ന പങ്കാളികൾ ഇവർക്കുണ്ടോ? ഏത് നിയമം? മാലം എഴുതമ്പില്ല, അള്ളാഹ് ഉത്തരവ് നൽകാത്തത്, അള്ളാഹ് അനുവദിക്കാത്തത്. അള്ളാഹ് അനുവദിക്കാത്ത ദീനുണ്ടാക്കി ദൂതന്മാർ ക്രിസ്ത്യാനികൾക്ക് പഠിച്ചുവരങ്ങനെ അവരെ നബിമാര് പഠിപ്പിച്ച് ദീനിന്റെ പുറത്ത് പുരോഹിതന്മാർ പുതിയ ദീനിങ്ങനെ ഉണ്ടാക്കി. ഇന്ന് മുസ്ലിം ഉമ്മത്തിലുള്ള പുരോഹിതന്മാർ പുതിയ ദീനുണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ശരിക്കുള്ള ദീന് കാണാനില്ല. ശരിക്കുള്ള ഈ വിദേഹത്ത് ചെയ്യാമെന്നവരുടെ സുന്നത്ത് ചെയ്യാൻ നേരണ്ടാവും. വിദേഹത്തിന്റെ മുകളിൽ കൂടിയിട്ട് പിന്നെ ആളുകൾക്ക് അതിന് നേരമില്ല, സുന്നത്തിന് യാതൊരു നേരവുമില്ല. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. അവർക്കെന്താണ് ശരീരത്തുണ്ടാക്കുന്ന ശുറക്കാവുണ്ടോ? ഇതൊക്കെ അവരെ ആക്ഷേപിക്കുന്ന ചോദ്യങ്ങളാണ്. വയറുമാനായ അങ്ങനെ ധാരാളം ആയത്തുകൾ പറയുന്നുണ്ട്. 12ാമത്തെ ചോദ്യം, കം മറാത്തിബു ദീനിൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിന്റെ മർത്തബ എന്ന് പറഞ്ഞ പദവി, മർത്തബ സ്ഥാനം. ദീനുൽ ഇസ്ലാമിന്റെ പദവികൾ എത്രയാണ്? എത്ര പദവികൾ, എത്ര സ്റ്റെപ്പുണ്ട് ദീന്? കം മറാത്തിബു ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിന്റെ മർത്തബകൾ, പദവികൾ എത്രയാണ്? ഹുവ സലാസു മറാത്തിബ്. ഉത്തരം 3 മർത്തബകളാണ്. അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഒന്നാമത്തെ മർത്തബ ഇസ്ലാം, രണ്ടാമത്തത് ഈമാൻ, മൂന്നാമത്തത് ഇഹ്സാൻ. ഈമാൻ ഇല്ലാത്ത ഒരാളെ ഇസ്ലാമുള്ള സ്വീകരിക്കൂല, ഇഹ്സാൻ ഇല്ലാത്ത ആളെ ഈമാനും ഇസ്ലാമും ഉള്ള സ്വീകരിക്കൂല. ഓരോന്നും അങ്ങോട്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് ഇസ്ലാം. അതിന് 3 മർത്തബകളുണ്ട്. അപ്പം ഏറ്റവും ഉയർന്ന മർത്തബ ഇഹ്സാനാണ്. ഇഹ്സാൻ ഉണ്ടെങ്കിൽ മറ്റൊരു നിലനിൽക്കുള്ളൂ, അതുകൊണ്ടാണ് അത് ഉയർന്നത്. പിന്നെ തൊട്ട് താഴെയാണ് ഈമാൻ, അതിന്റെ താഴെതാണ് അമലുകൾ, അതായത് ഇസ്ലാം. അപ്പൊ 3 മർത്തബയാണ്. ഇത് 3 ചേർന്നതാണത്. കൊല്ലുവായതിന അതിലെ പെട്ട എല്ലാം ഇതാ അത്തലക്ക ശമല ദീന കൊല്ലവും. അത് തനിച്ച് പറയുമ്പോൾ ദീന മുഴുവൻ ഉൾക്കൊള്ളും. അതായത് ഇസ്ലാം എന്ന് മാത്രം പറയുമ്പോൾ എന്താണ്? ഒരാൾ ഇസ്ലാം എന്ന് മാത്രം പറയുന്നത് 3 എടുക്കുള്ളൂ. പക്ഷെ വേർതിരിക്കുമ്പോഴോ ഇസ്ലാം എന്നാൽ നിരുപാധികം പറയാം. വെറുതെ ഒരാൾ ഇസ്ലാം എന്ന് പറയുകയാണെങ്കിൽ ശമല ദീന കൊല്ലവും, അത് ദീന മുഴുവൻ കൊള്ളും. അതിൽ ഈമാൻ കൂടി ഇസ്ലാം കൊള്ളും. പൊതുവായ പ്രയോഗത്തിൽ നമ്മൾ വേർതിരിക്കുമ്പോഴോ ഇസ്ലാമാണ് ആദ്യത്തെ ദർജ, അടുത്ത മർത്തബം എന്താണ്? ഈമാനാണ്. ഇടത്തെ മർത്തബം എന്താണ്? ഇഹ്സാൻ. എന്നാൽ പൊതുവെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മൊത്തം ഇസ്ലാം ഈമാനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയായിട്ട് ഇസ്ലാമിന് പൊതുവെ പറയാറുണ്ട്. ചോദ്യം, മാമാനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം? മായനാവ്, അതിന്റെ അർത്ഥം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക. ഇസ്തിസ്ലാം, കീഴ്പ്പെടുക. ലില്ലാഹി, അള്ളാഹുവിന്, ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട്. തൗഹീദ് അള്ളാഹുവെ മാത്രം ആരാധിച്ചുകൊണ്ട് ഒരാൾക്ക് അള്ളാഹ് കീഴ്പ്പെടാൻ. അള്ളാഹ് കീഴ്പ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഒരാൾ അള്ളാഹുവിനെ കീഴ്പ്പെടാൻ അയാൾക്കുള്ള വഴി എന്താണ്? അള്ളാഹിനെ മാത്രം ആരാധിക്കുക. അള്ളാഹിനെ മാത്രം ആരാധിക്കാതെ ഒരാൾക്ക് അള്ളാഹ് കീഴ്പ്പെടാൻ പറ്റില്ല. അപ്പൊ തൗഹീദ് കൊണ്ട് ഒരാൾ അള്ളാഹുവിനെ കീഴ്പ്പെടുക എന്നാണ് ഇസ്ലാമിന്റെ അർത്ഥം. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ. ഇൻഖിയാദ്, അനുസരണം, അതും കീഴ്പ്പെടലാണ്. ഇൻഖാദാണ് കീഴ്പ്പെട്ടു, ഇൻഖിയാദ്. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, താഅത്ത് പുണ്യം അല്ലെങ്കിൽ അനുസരണം. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുണ്യം ചെയ്തുകൊണ്ട് കീഴ്പ്പെടുക. വൽ ഖുലൂസു മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്ന് ഒഴിവാകുക. ഖുലൂസ്, ഖലാസ്, ഒഴിവാകുക. മിനശ് ശിർക്ക്. അപ്പൊ ഒരാൾ ശിർക്കിൽ നിന്ന് ഒഴിവായി പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെടുക. തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ തന്നെ സമർപ്പിക്കുക എന്നാണ് ഇസ്ലാം. സമർപ്പണം നമ്മൾ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം. അസ്ലമ, സമർപ്പിച്ചു. സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുക തൗഹീദ്, അള്ളാഹിനെ മാത്രം ആരാധിച്ച് സമർപ്പിക്കാം. ശിർക്ക് ഒഴിവാക്കിയിട്ട് അള്ളാഹ് എന്ത് ചെയ്യാം? പുണ്യപ്രവർത്തനം, താഴത്താണ് പുണ്യപ്രവർത്തനം. പ്രതിഫലം കിട്ടുന്ന അമലുകൾക്കാണ് താഴത്ത് എന്ന് പറയാം. അപ്പൊ താഴത്ത് കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക. തെളിവ്, അല്ലാഹു തആല
ومن أحسن دينا ممن أسلم وجهه لله النساء 125. അള്ളാഹുവിന് തന്റെ മുഖം സമർപ്പിച്ചവനേക്കാൾ നല്ല ദീനുള്ളവൻ ആരാണ്? ഏറ്റവും നല്ല ദീൻ ഏതാണ്? തന്റെ മുഖം അള്ളാഹുവിന് സമർപ്പിച്ചവിടെ അസ്ലമാണ് സമർപ്പിച്ചു നടന്നത്. അടുത്തത് ആരെങ്കിലും അള്ളാഹുവിന് തന്റെ മുഖം സമർപ്പിച്ചാൽ, ഇഹ്സാനോടുകൂടി നന്മ ചെയ്തുകൊണ്ട് ആരെങ്കിലും തന്റെ മുഖം അള്ളാഹുവിനെ സമർപ്പിച്ചാൽ, ഇഹ്സാൻ എന്ന അള്ളാഹിനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണെന്ത്? കാരണം അള്ളാഹ് നമ്മളെ കാണുന്നുണ്ടല്ലോ, അതാണ് ഇഹ്സാൻ. അങ്ങനെ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് തന്റെ മുഖം ആരെങ്കിലും അള്ളാഹ് സമർപ്പിച്ചാൽ അവൻ ബലവത്തായ പാഠം അഥവാ തൗഹീദ് മുറുകെ പിടിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാഠം അവൻ മുറുകെ പിടിച്ചു. ലുഖ്മാൻ 22-ാമത്തെ وقال تعالى فإلهكم إله واحد فله أسلموا وبشر المخبتين. സൂറത്ത് ഹജ്ജിലെ 34. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്, ആരാധനക്കർഹതയുള്ളത് ഒരാൾ മാത്രമാണ്. ഫലഹു അസ്ലിമു, അവന് മാത്രം നിങ്ങൾ കീഴ്പ്പെടണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനീതരായവരെ സന്തോഷം അറിയിക്കുക. അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നതാണ് മുഖ്ബിത്, വിനയാന്വിതർ എന്ന് പറയും. അള്ളാഹുവിന് മുന്നിൽ കുമ്പിടുന്നവരാണ് വിനയാന്വിതർ. അള്ളാഹിന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യാൻ തയ്യാറില്ലാത്തവർ അഹങ്കാരികളാണ്. അപ്പം അള്ളാഹുവിനെ വിനയം കാണിക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർ അള്ളാഹിന്റെ മുന്നിൽ വിനയം കാണിക്കുന്നവർ സന്തോഷം അറിയിക്കുക. 16-ാമത്തെ ചോദ്യം ദലീലു അലാ ശുമൂലിഹി അദ്ദീനു കുല്ലുഹു ഇൻദൽ ഇസ്ലാം. മൊത്തത്തിൽ ഇസ്ലാം എന്ന വാക്ക് നിരുപാധികം എല്ലാ ദീനിനെ കുറിച്ചും പറയാം എന്നതിന് തെളിവെന്താണ്? നമ്മളെ വാചകത്തിന് അവസാനം പറഞ്ഞത് ഇസ്ലാമിനെ ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും ഉദ്ദേശിച്ച് ഇസ്ലാം പൊതുവെ പറയും. ഇസ്ലാം എന്നതാണ് നിരുപാധികം പറയും. പ്രത്യേകം പറയുമ്പോഴാണ് അതിന് 3 പാർട്ടുകളാണ്. അല്ലാത്തപ്പോഴും മൊത്തത്തിൽ എന്താ പറയാ, എല്ലാം ഉൾക്കൊള്ളുന്ന ദീനിനെ നമ്മൾ എന്താ പറയാ ഇസ്ലാം. അതിന് തെളിവെന്താണ്? ഇന്ന ദീന ഇന്ദല്ലാഹി ഇസ്ലാം. അള്ളാഹിന്റെ അടുത്ത് ദീൻ ഈമാനാണെന്നല്ല പറഞ്ഞത്, എഹ്സാനാണെന്നല്ല പറഞ്ഞത്, ഇസ്ലാം. അപ്പൊ അതിൽ ഈമാൻ എഹ്സാനുള്ളത് നിരുപാധികം ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെ ഇസ്ലാം ഉപയോഗിക്കും. അതല്ല ദർജ വേർതിരിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ഈമാൻ എഹ്സാനം കൂടില്ല. നിരുപാധികം ഇസ്ലാഖായിട്ട് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഇസ്ലാം എല്ലാം ഉൾക്കൊള്ളും. ഒരു ഹദീസുണ്ട്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ അൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം അപരിചിതമായി തുടങ്ങി. വസയൗദു ഗരീബൻ കമാ ബദഅ, തുടങ്ങിയതുപോലെ അപരിചിതമായിട്ടാണ് അത് മടങ്ങും. ഇനി ഇസ്ലാമിന് എന്താ അവസ്ഥകൾ ഒന്നിപ്പോ കാണുന്നവർക്ക് അവസ്ഥ ഇസ്ലാം എന്ന കാര്യത്തിൽ വിചിത്രമായി കൊടുക്കും. ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാൻ ചെയ്ത് കൊടുക്കും, എല്ലാത്തിനും ഉദ്ദേശിക്കാറുണ്ട്. മറ്റൊന്ന് അഫ്ളൽ